പുട്ടൻ എൻ്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. ഞാൻ ഓർത്തു ഇത് എടുക്കണ്ട എന്ന്. എന്തെങ്കിലും മിണ്ടിയ പുട്ടണ അപ്പം കൊണ്ട് കേസ് കൊടുക്കും. ഞാൻ എന്തോ ചെയ്യാനാ? മിണ്ടിയ കേസ് കൊടുക്കും. പുട്ടണ്ണനെ തോന്നിവാസം പറയാം. പുട്ടണ്ണം തോന്നിവാസം പറയണത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്പം കേസാണ് വരുന്നത്. അത് എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും ശരി തന്നെ, കേസെങ്കിൽ കേസ്, ഒരു കേസും കൂടെ കൊണ്ട് കുറേ എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ കേസ്. അതുകൊണ്ടാണ് ഈ വിഷയം വളരെ സീരിയസ് ആയതുകൊണ്ട് മാത്രമാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എടുക്കത്തില്ലായിരുന്നു. നീ മര്യാദയ്ക്കാവുമെന്ന് വിചാരിച്ചാൽ നീ എന്ത് തോന്നിവാസവും പറഞ്ഞു കളയാം. നിന്നെ കാണാൻ കുറേ സംഖ്യകൾ വന്നിരിക്കുന്നത് കൊണ്ടായിരിക്കാം നീ ധൈര്യസമേതം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. വക്കപ്പോട് തീർന്നു ആണോ? അവസാനിച്ചോ? ആ ലോകം തീർന്നു. നാട്ടുകാരുടെ സ്വത്തും അവരുടെ അസറ്റും തട്ടിയെടുക്കുന്നതിൽ ഒരു പ്രത്യേകതരം കുൽസിതമുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന് ജനിച്ചു വന്ന നിനക്ക് അത് ഭയങ്കര സംഭവമായിട്ട് തോന്നും. കോമൺ സെൻസ് ഉള്ളവരും അഭിമാനബോധമുള്ളവരും നല്ല കുടുംബത്തിൽ പിറന്നവർക്കും ഒന്നും അത് അഭിമാനമായിട്ട് തോന്നില്ല. വല്ലവൻ്റെ സ്വത്ത് തട്ടിയെടുത്ത് തിന്നുന്നത് എന്ത് അഭിമാനമാടാ? അത് ബോധമുള്ളവർക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഏതായാലും നിന്റെ വായ്ത്താരി കേട്ടിട്ട് എനിക്ക് മറുപടി പറയാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഒരു രസമില്ല. അതുകൊണ്ട് നീ വായ്ത്താരി അടിക്ക്, എൻ്റെ വായ്ത്താരിക്ക് അതേ നാണയത്തിൽ മറുപടി തരും. കമന്റിൽ വന്നിട്ട് നിങ്ങൾ അവനെ തെറി വിളിക്കണമെന്ന് പറയരുത് ദയവ് ചെയ്തിട്ട്. ഞാൻ തെറിയൊന്നും ആരെയും വിളിക്കാറില്ല. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമില്ല. ഞാൻ അങ്ങനെ അല്ല. ദയവ് ചെയ്തിട്ട് എന്നെ തെറ്റിദ്ധരിക്കാതിരിക്കുക. തെറി എന്തെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഓക്കെ, തുടങ്ങാം. ഡിസ്ട്രിക്ട് കളക്ടറാണ്, എവിടെയാണ് പ്രോപ്പർട്ടി, അതിന്റെ കളക്ടറിനാണ് അധികാരം. ഇനി ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്ത് മറ്റുള്ള ഗവൺമെന്റ് ചെയ്ത് വഖഫ് കൂടി ഇനി പിരിച്ചുവിടും. അതിന് യാതൊരു സംഭവമില്ല, യാതൊരു ബലവുമില്ല. ഇത് വഖഫ് എന്ന് പറഞ്ഞ് വലിയ ഗവൺമെന്റ് ഓഫ് കേരള ബോർഡൊക്കെ വെച്ചോണ്ട് കുറച്ചവർക്ക് അതിന്റെ പേരിലുള്ള ഗെയിമും കളികളും മുഴുവനും രാജ്യസഭയിൽ ബില്ല് പാസ്സാകും, ലോക്സഭയിലും പാസ്സാകും. ഇതോടുകൂടി സാധനം തൊലയേണ്ടത് ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ആവശ്യമായിരുന്നു. സത്യം. പിന്നെ ഭയങ്കര ആവശ്യമായിരുന്നു. കാരണം ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം വഖഫ് ബോർഡാണ്. നാട്ടുകാരുടെ പണം അവർ ക്രയവിക്രയം നടത്തുകയും അത് വെച്ച് ഇവിടെ യൂണിവേഴ്സിറ്റികളും സർവകലാശാലകളും അതിനോടനുബന്ധിച്ച് സ്കൂളുകളും ആതുര സേവന കേന്ദ്രങ്ങളും ഒക്കെ വരുന്ന രാജ്യത്തിന് പ്രശ്നമുള്ള കാര്യമാണ്. അവർ ബലപ്പെടും. ഇത് നമ്മന്റെ കുത്തകാവകാശമല്ലേ? ഏത് സ്കൂളുകള്, കോളേജുകള്, ഹോസ്പിറ്റലുകളൊക്കെ നമ്മുടെ കുത്തകാവകാശമാണ്. അതാ മറ്റവർക്ക് പോയാൽ പ്രശ്നമില്ലയോ? അപ്പൊ അവരാണ് പ്രതിസ്ഥാനത്ത്. വഖഫ് എന്ന് പറയുന്നത് അത് 100 വട്ടം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ ഇനി റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല. വേണമെന്നുള്ളവർക്ക് മനസ്സിലായാൽ മതി. അത് ഇസ്ലാമിയരുടെ അവരുടെ ദാനമാണത്. അവർ കൊടുത്തതാണ്. അത് നിങ്ങൾ കൊണ്ടുപോയി അണ്ണാക്കിൽ വെച്ചാലും അവർ ഇനിയും സമ്പാദിക്കും. കച്ചവടമാണ് അവർ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന ഒരു ജോബ്. ആ പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് പണം ഉണ്ടാക്കാൻ ഒരു പാടുമില്ല. അത് അവർ ധാരാളം ഉണ്ടാക്കിക്കോളും. എനിക്കതിനകത്ത് വലിയ ടെൻഷനൊന്നുമില്ല. പക്ഷേ നീ ഈ ഭ്രാന്ത് കയറി ഈ വർത്തമാനം പറഞ്ഞ് ഈ സംഘിക കുട്ടന്മാരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നില്ലടാ. യഥാർത്ഥത്തിൽ ഇസ്ലാമിയർ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. ഇനി ഇതിനകത്ത് ജാതി കുത്തിക്കയറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ആരും വരരുത്. ഇതൊരു തിരിച്ചറിവാണ്. നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഇവൻ മൂലമുണ്ടാകുന്നത്. ക്രൈസ്തവ മതത്തിലുള്ളവരെല്ലാം തന്നെ നെറിയുള്ളവരാണെന്നും ബോധമുള്ളവരാണെന്നും മാനുഷിക പരിഗണന കാണിക്കുന്നവരാണെന്നല്ലേ നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത്. ഈ പ്രശ്നം തുടങ്ങി വെച്ചത് ആരാണ്? മുനമ്പം ഇഷ്യൂ അവരുടെ ശ്രദ്ധയിലേക്ക് എങ്ങനെ പെട്ടു? എത്രയോ വർഷക്കാലമായി അവർ വെച്ചനുഭവിക്കുന്നതാണ്. അത് വഖഫ് ബോർഡിന്റെ ആണെന്ന് എങ്ങനെ അറിഞ്ഞു? അവിടെ ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്തു. അതും ക്രിസ്ത്യനായ ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്തു. അവൻ ക്രിസ്ത്യ മതവിശ്വാസികൾക്ക് തന്നെ ഈ പറയുന്ന വസ്തുക്കൾ എഴുതി കൊടുത്തു. അത് എന്തടിസ്ഥാനത്തിലെന്ന് അറിയത്തില്ല. അവൻ അവിടെ ഇരിക്കുമ്പോൾ അവന്റെ ആ ഒരു സാഹചര്യത്തിൽ ഇരുന്ന സമയത്ത്, അതായത് അവനിക്ക് അധികാരമുണ്ടായിരുന്ന സമയത്ത് അവൻ എഴുതി കൊടുത്തതാണ് ഈ പിടിക്കപ്പെട്ട വസ്തുവകകളെല്ലാം. കിട്ടിയവരത് മറച്ചു വയ്ക്കാനും പണയം വയ്ക്കാനും വേണ്ടിയിട്ട് ഇതിന്റെ NOC ലെറ്റർ എടുക്കാൻ ചെന്നു. NOC ആരെന്ന് വേണം? വഖഫ് ബോർഡിന്റെ എന്ന് വേണം. വഖഫ് ബോർഡ് NOC ചോദിക്കുമ്പോഴത്തേക്കാണ് അവിടെ ഇരുന്ന മറ്റ് അധികാരികൾ മനസ്സിലാക്കുന്നത് തങ്ങൾ ചതിക്കപ്പെട്ടു. വഖഫ് ബോർഡിൽ നിന്നുള്ള വസ്തുവകകൾ ഇതുപോലുള്ള കയ്യേറ്റക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. കയ്യേറ്റം ആരാണ് നടത്തിയിരിക്കുന്നത്? പാവപ്പെട്ടവരെ വിടൂ, അത് തിരിച്ചു കൊടുക്കണമെന്നുള്ളത് നമ്മുടെയും ഇഷ്ടമാണ്. പാവങ്ങൾക്ക് ദാനം ചെയ്യുക, ജാതി മത ഭേദമന്യേ ആവശ്യക്കാർക്ക് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ധർമ്മമാണ്. അവരത് കൊടുക്കും. അവരുടെ 2% എല്ലാ മതവിശ്വാസികളും ഇസ്ലാമിയരെല്ലാം 2% കൊടുക്കുന്നവരുമാണ്. അത് ഇന്ന മതക്കാർക്കൊന്നുമില്ല, പാവങ്ങൾക്ക് കൊടുക്കാന്നാണ്. അത് പാവങ്ങളുടെ അവകാശമാണെന്നും നിങ്ങളുടെ ഔദാര്യമല്ലെന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്ന മതവുമാണ് ഇസ്ലാം. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തി ഇങ്ങനെ ഒളിച്ചു കടത്തിയ വസ്തുവകകൾ കൈയോടെ പിടിക്കപ്പെട്ടു. 600 ഏക്കറാണ് ഇതുപോലെ വിറ്റ് ഇരിക്കുന്നത്. ഇവൻ ഒരുത്തനാണ് ഇത് ചെയ്തത്. ഒരു ക്രിമിനൽ അതിനകത്ത് കയറി ആ ക്രിമിനൽ ചെയ്ത തെറ്റിന്റെ ആഫ്റ്റർ ആയിട്ടാണ് ഇത്രയധികം പ്രോബ്ലത്തിലേക്ക് ഇസ്ലാമിയർ വന്നു നിന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? നിങ്ങളുടെ കൂട്ടത്തിൽ ആളില്ലായിരുന്നോ ആ പൊസിഷനിൽ കൊണ്ടിരുത്താൻ? നിങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാമിയർ ആരും ഇല്ലയോ? ഇസ്ലാമിലുള്ള കുട്ടികളൊന്നും വക്കീലന്മാരില്ലയോ? നിങ്ങളുടെ കൂട്ടത്തിലെ കുട്ടികൾ പഠിപ്പിച്ച് ആ പൊസിഷനിൽ ഇരുത്തണം നിങ്ങൾക്ക് തോന്നിയില്ലയോ? നിങ്ങൾ ചെയ്ത ചെയ്താണ്. ഇനി ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിൻ ഈ ഇതുകളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലൊക്കെ ഉള്ളവരെ മാറ്റി നിർത്തി നിങ്ങളുടെ ആൾക്കാരെ നിയമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് വർഗീയത പറയുന്നെന്ന് തോന്നിയാൽ വർഗീയതയാണ്. അതുകൊണ്ടാണ് ഇന്ന് വഖഫ് ബോർഡ് ഇങ്ങനെ ത്രാസിൽ നിന്ന് തൂങ്ങുന്നത്.
ഇനി ഇത് നേരിടാൻ വേണ്ടിയിട്ട് ആളുകൾ ഇറങ്ങും. എനിക്കൊന്ന് മറ്റേ PDP ഒക്കെ ഇറങ്ങുന്നുണ്ട്, SDPIക്കാരും ഒക്കെ അവരൊക്കെ പോകുന്നുണ്ടെന്ന് പറയുന്നത്, എന്തോ രാജ്ഭവൻ മാർച്ചോ മറ്റോ. ഇനി ഇത്രയും നാൾ വിചാരണ തടവായിരുന്നു, ഇനി വീണ്ടും അങ്ങനെ പിടിച്ച് വിചാരണ തടവുകാരനായിട്ട് ഇടും. ഈ പോകുന്നവന്മാർ ചുമ്മാ പോയാലും സംഘികൾ ആളെ ഇറക്കി അവിടെ ഇവിടെയുള്ള 4 സാധനങ്ങൾ തട്ടേ മുട്ടയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ വീണ്ടും പിടിച്ചോണ്ടു. ബസ് കത്തിച്ചതിനാണ് ഇത്രയും കാലം അവിടെ പോയി കിടന്നത്. ഇനിയിപ്പോൾ അതുപോലൊരു അവസ്ഥയിൽ അയാൾ പോയി കിടക്കും എന്നതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു സ്കോർ ചെയ്യുന്നത്. ഇത്തരക്കാരെ ഹയർ പൊസിഷൻസ് കൊടുത്ത് അധികാര ഇതിൽ കൊണ്ടുവന്ന് ഇരുത്തിയതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്നത്. അനുഭവിച്ചോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും അവൻ പറയണത് കേട്ടിട്ട് ആ വിഭാഗത്തിന് ഒന്നടങ്കം ഞാൻ പറയാൻ തയ്യാറല്ല. എന്നാൽ പോലും ഇതൊരു സൂചനയാണ്. ഇത് നിങ്ങൾക്ക് തിരിച്ചറിവ് ആവാനുള്ളൊരു സൂചനയാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ജോലി ചെയ്യാൻ നിങ്ങളുടെ ആൾക്കാർ പോരെ എന്നാണ് ചോദ്യം. അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് ഇതുപോലുള്ള അവസ്ഥകളിൽ നിങ്ങൾ പോയി നിൽക്കുന്നത്. നിങ്ങളൊരു വാഹനം വാങ്ങിക്കുന്നു, ആ വാഹനം ഓടിക്കാൻ ഒരു ഡ്രൈവറെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിധത്തിലുള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുക, വിശ്വാസമുള്ളവരെ അപ്പോയിന്റ് ചെയ്യുക. ഇത്രത്തോളം നെറികേടും തെണ്ടിത്തരവും ഈ വിഭാഗക്കാരെല്ലാം വേറെ ആരും കാണിക്കത്തില്ല എന്നുള്ള തെളിവാണ് വഖഫ് ബോർഡിന് ഇപ്പം സംഭവിച്ചത്. പിന്നെ ഇതിനേക്കാൾ വലിയ സംഗതിയൊക്കെ ഇവിടെ നടന്നളിയാ, ഇതിനേക്കാൾ വലുതൊക്കെ നടന്നളിയാ. ഒപ്പൊക്കെ ഇട്ട് ആര് രാഷ്ട്രപതി വരെ ഒപ്പിട്ട്, പക്ഷേ ചുണക്കുട്ടന്മാർ ഇറങ്ങി നിന്നങ്ങോട്ട് മുണ്ട് മുറുകി ഉടുത്തപ്പോഴത്തേക്ക് സുലാം പറഞ്ഞെടുത്ത് ദൂരെ കളഞ്ഞു. അതും ഇതും അത്രേ ഉള്ളൂ. ഇത് നീതിയില്ലാത്ത നീതിരഹിതമായ ഒരു സംഗതിയാണ്. ഇതിനെ ഇവിടെയുള്ളവർ കൂട്ടുനിന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പാലാ ബിഷപ്പിന്റെ അവിടെ ലിംഗം കൊണ്ടുവച്ചിട്ടുള്ള ഈ ഒരു ക്രിയ, ഇങ്ങനെ പല പേക്കൂത്തുകൾ നിങ്ങൾ കാണിക്കും. അഭിമാനമുള്ളവൻ എതിർക്കും, അഭിമാനമില്ലാത്തവൻ ഭാര്യയെ ചോദിച്ചാലും കൊടുക്കും. സ്റ്റേറ്റുകളുടെ ഇഷ്യൂ ആണെങ്കിലും എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഇഷ്യൂ ആണിത്. എല്ലാ ഇതിനകത്തും അവന്റെ ഒരു വർത്തമാനം എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഇഷ്യൂ ആണ്. അതെന്താ, നീ ആയിരുന്നു വഖഫിനകത്ത്? അതുപോലെ ഞാൻ നന്നായി പഠിച്ചിട്ടാ. നീ പഠിച്ചതിന്റെ രേഖ വീയടാ. നീ ഇരുത്തോണ്ട് വായ്ത്താളം അടിച്ചതിന്റെ ക്യാപ്ഷൻ കണ്ടുടഞ്ഞ ആളിടിച്ചങ്ങ് കയറുകയാണ്. വഖഫ് തീർന്നു, വഖഫ് നശിച്ചു. നീ കാമിതയ്ക്ക് പഠിക്കുകയാണ്, കാമി ചേച്ചിക്ക് പഠിക്കുകയാണ്. അതിന്റെ കൂടെ ഒരു കാര്യമുണ്ട്. എനിക്കൊന്നൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാമിതയെ എതിർക്കുന്നു, ജസ്ലാം ആടശ്ശേരി അനുകൂലിക്കുന്നു. അതെന്താ അങ്ങനെ? അതെന്താ ഞങ്ങൾ മണ്ടരാണോ എന്നാണ് ചോദിച്ചത്. മണ്ട ശിരോമണികളെ, ഞാൻ കാമിതയല്ല എതിർക്കുന്നത്, ഞാൻ എതിർക്കുന്നവരുടെ സംഗീതത്തിനാണ്. സംഗീതം ആര് പറയണോ അതിന്റെ ഓപ്പോസിഷൻ ഷെബീനായി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യും. അത് നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്കെതിരായിട്ട് ഞാൻ ഉണ്ടാകും. ഞാൻ വെറുക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയം അത് സംഗീതമാണ്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, ഞാൻ എൻ്റെ അകരാതിയിൽ അടുപ്പിക്കാത്ത, സുഹൃത്തുക്കളായി പോലും വെച്ചിരിക്കാൻ ആഗ്രഹിക്കാത്ത വിഭാഗമാണ് സംഗീതം. അപ്പൊ അതുകൊണ്ട് വെറുതെ വന്ന് എന്നെ ചൊറിയാൻ നിൽക്കേണ്ട. ആ പെണ്ണ് സംഘികൾക്കെതിരെയാണ് പറഞ്ഞത്. അവൾ സംഘികൾക്കെതിരെ പറഞ്ഞാൽ അവളെ ഞാൻ ചേർത്ത് പിടിക്കും. ആര് സംഘിക്കെതിരെയാണോ അവരെൻ്റെ സുഹൃത്തുക്കളാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, അതിന് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് വരരുത്. അത് എൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു. എൻ്റെ ഇടയിൽ കൂടെ പേഴ്സണൽ കാര്യം. പോട്ടെ. പൊളിറ്റീഷ്യൻസും പ്രത്യേകിച്ച് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് വലിയ കർണാടകയിൽ അത് ആകപ്പെട്ടു പോയി. ഈ പാർലമെന്റ് കാണിച്ച ഡ്രാമയൊക്കെ ഉള്ളൂ. ബേസിക്കലി കോൺഗ്രസ് നേതാക്കൾ പറയും ഇതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻസിയുടെ സ്റ്റേറ്റിലും. കാരണം അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സെറ്റ് ബാക്ക് ആണ് ഈ സംഭവം. ഇതെങ്ങനെയെങ്കിലും തലയിൽ പോകട്ടെ തന്നെയായിരുന്നു ഡൽഹിയിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. കാരണം തലയിൽ പോകട്ടെ. ഈ പറയുന്ന കോൺഗ്രസിന്റെ ചില നേതാക്കൾക്ക് താല്പര്യം, മുസ്ലിം ലീഡേഴ്സിന് താല്പര്യമുണ്ടെന്നല്ലാതെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കൾക്ക് ഇറങ്ങി അവരുടെ തലയ്ക്കകത്ത് കിടന്ന് മൂടി വെച്ചിരിക്കുന്ന വാളായി. അത് സാധനമില്ലാതെ ഇനി അടുത്തൊരു സംഭവം കണ്ടു ചെയ്യുന്നത്. എന്നുവെച്ചാൽ വഖഫ് ബോർഡ് മൊത്തം പിരുത്തങ്ങ് വിട്ടെന്നാ പുള്ളിയുടെ ഇത്. ഈയോടാ ഇങ്ങനെ പല സ്വപ്നങ്ങളും നീ കാണും. ഇതിനെക്കാട്ടി വലിയ സ്വപ്നങ്ങളൊക്കെ പല കോമാളികളും കണ്ടായിരുന്നു. എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ട്രൈബ്സിന്റെ റിസർവേഷൻ നിലനിർത്തണം ആവശ്യമാണ് ഇന്ത്യയിൽ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അത് മാറ്റാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഗവൺമെന്റ് ചെയ്ത ഏറ്റവും പരമപ്രധാനം എന്താ അതും കൂടെ അങ്ങ് എടുത്തുകളാ. എന്തിന് ട്രൈബൽ കാസ്റ്റും SC ST കൂടെ വേണ്ടെന്ന് വെക്കുക? അത് വേണ്ടെന്ന് വെക്കുക, അതല്ലേ നല്ലത്. ഇവിടെ വേറെ റിസർവേഷനൊക്കെ വന്നല്ല. നിനക്ക് OBC ആണ് നോട്ടൊന്ന് മനസ്സിലായി. ഇവിടെ OBCയിൽ നീയും പെടും, നിന്റെ വിഭാഗവും പെടും. അതറിയത്തില്ലേ? ലറ്റീൻസ് മാത്രമേ പെടുവുള്ളൂ. അല്ലല്ല, RCയും പെടുവല്ലോ. ന്യൂനപക്ഷത്തിൽ നിങ്ങളും ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടടാ. നിങ്ങളുടെ ആൾക്കാരും ഉണ്ട്. OBC കാറ്റഗറിയിൽ നിങ്ങളും ഉണ്ട്. നീ തുറന്നങ്ങ് പറ മുസ്ലിങ്ങളാണെന്ന്. തുറന്നു പറ. ഞാനേ ഇവന്റെ നാട്ടുകാരെയാണ് തല്ലേണ്ടത്. കുറെ എണ്ണം പുട്ടല്ലേ അവൻ ചോദിച്ചുള്ളത്, അങ്ങ് കൊടുത്താൽ പോരായിരുന്നോ? നിങ്ങൾക്ക് പുട്ടിന്റെ വില മനസ്സിലായോ? പുട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഇവ ഇതുപോലെ ഇരുന്നപ്പോൾ ചാണക വർത്താനം പറയുന്നത്. മനസ്സിലായ? ചെറിയ പ്രായത്തിൽ പിള്ളേരെ പിടിച്ചു വെച്ച് തല്ലുമ്പോൾ ഓർക്കണം. പുട്ട് തിന്നാൻ ചോദിച്ചപ്പോൾ അങ്ങ് കൊടുത്തു. നിങ്ങൾ മുസ്ലിംസ് തന്നെ അല്ലായിരുന്നു? പുട്ട് ചോദിച്ചപ്പോൾ കൊടുത്തിരുന്നെങ്കിൽ അവ ഇതുപോലത്തെ അറാമ്പറപ്പ് പറയുമായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. കേരളത്തിലാണെങ്കിൽ പലയിടത്തും പലരും ജോലിക്ക് കയറിയൊക്കെ OBC അഡ്മിഷൻ കിട്ടുന്നത് മെറിറ്റ് കംപ്ലീറ്റ് അടിച്ചു മാറ്റും. എന്നിട്ട് ഈ പറയുന്ന സംഭവങ്ങൾ അതിനകത്ത് കയറിയിട്ട് ഇന്ത്യക്കെതിരെയാണ് പ്രചരണം നടക്കുന്നത്. ഇന്ത്യക്കെതിരെയാ ഗവൺമെന്റിൽ പോലും അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്. ഞാൻ വളരെ കൃത്യമായിട്ട് കാര്യം വളരെ പഠിച്ചിട്ടാ പറയുന്നത്. എടാ, ഇത് നീ എല്ലാ വീഡിയോയിലും പറയുന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിട്ടാ പറയണേ. നിനക്ക് എങ്ങനെ അറിയാടാ സംവരണം എന്ന് പറയുന്നത് എടുത്തു കളയുമ്പോൾ ഇന്ത്യക്ക് നല്ലത് വരുന്നു? രാജ്യത്തെ പൗരന്മാർക്ക് തുല്യത കൊടുക്കാൻ ഏറ്റവും നല്ല ഉപകരിക്കുന്ന ഒരു സംഗതിയാണ് സംവരണം.
നിനക്ക് എന്തെങ്കിലും രാഷ്ട്രീയം അറിഞ്ഞിട്ടാണോ നീ ഇത് തള്ളി മറിക്കുന്നത്? സംവരണം എന്തിനാണ്? എന്താണ് സംവരണം എന്ന് അറിയാമോ? അവിടെ വാഴത്തോരനെ എന്തെങ്കിലും അറിയാമോ? അറിഞ്ഞുകൊണ്ട് തന്നെയാണോ തള്ളി മറിക്കണത്? സംവരണം സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല വരേണ്ടത്, ജനസംഖ്യാ അനുപാതത്തിലാണ്. ജനസംഖ്യാ അനുപാതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന സംവരണം തീർച്ചയായിട്ടും ഉച്ചനീചത്വങ്ങൾ കുറയ്ക്കും. ഇപ്പോൾ ഉച്ചനീചത്വം എന്ന് പറയുന്നത് ഇവർ കുറച്ച് പേരേ ഉള്ളൂ, ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷം ഭരണ പങ്കാളിത്തത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് സംവരണം ഏർപ്പാടാക്കി കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ കുറേ സിസ്റ്റങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവും. ഉന്നത കുലജാതർക്കാണ് അക്സെപ്റ്റൻസ് കൂടുതൽ. ഇനിയിപ്പോൾ അത് പോട്ടെ, അത് ഒരു പടി കൂടെ ചേർന്നിട്ട് ഇവിടെ OBC കാറ്റഗറി ആയിട്ടുള്ള ആള് പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ട് പോലും ഇവിടെ സംവരണം ഏർപ്പാടാക്കി 10%. സംവരണം ഏർപ്പാടാക്കിയപ്പോഴത്തേക്കാണ് നമുക്കൊരു കാര്യം പിടികിട്ടിയത്. എന്തുവാ ഇവന്മാരുടെ യോഗ്യത എന്താണ്, ടാലന്റ് എന്താണെന്ന്. ഇവൻ പറയുന്നത് എന്താണെന്ന് ഇവന് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. ജോലി കിട്ടിയ ശേഷം ആന്റി ഇന്ത്യ പ്രൊപ്പഗണ്ടയും ഇന്ത്യക്കെതിരെ പല തീവ്രവാദികൾക്കെതിരെ പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇത്രയും കൂടിയത് കാരണം ഈ റിസർവേഷനാണ് ബേസിക്കലി എന്റെ ആവശ്യം. വീട്ടിലാരും പഠിച്ചാൽ ജോലി മേടിക്കണം. അഡ്മിഷൻ പോലും ഈ റിസർവേഷൻ പെണ്ണുങ്ങൾക്ക് അഡ്മിഷൻ കൊടുക്കുക. എന്തിനാണ് ഈ മത തീവ്രവാദികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നത്? പലർക്കും അഡ്മിഷൻ കൊടുക്കുന്ന ഗവൺമെന്റ് ജോലി റിസർവേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഉറപ്പായിട്ടും നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യയെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 100% യൂണിഫോം സിവിൽ ലോയ്ക്ക് ശേഷം ഉണ്ടാകാൻ പോകുന്ന മാറ്റം ഈ റിസർവേഷന്റെ ഈ സംഭവത്തിനകത്ത് OBC എന്ന് പറഞ്ഞ സാധനം ഇല്ലാതാക്കും. അത് ഏറ്റവും ആവശ്യമാണ്. കാരണം ഇതൊരു പരിധിക്കുള്ളിൽ പോകാൻ പറ്റത്തില്ല. നരേന്ദ്രമോദി ഹിംസെൽഫ് OBC ആണ്. അതായത് ഇന്ത്യ എല്ലാ രീതിയിലും നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരൊറ്റ തള്ള. അത് കാണാനും കുറെ സംഖ്യകളും അത് കേട്ട് ആനന്ദിക്കാൻ കുറെ സംഖ്യ വാഴകൾ. എന്തോ പറയാനാ. ഗവൺമെന്റ് സർവീസ് ഒരു ഓപ്പൺ മെറിറ്റ് പോകട്ടെ, ഒരു ഓപ്പൺ മെറിറ്റ് ഫൈറ്റ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ജോലി കിട്ടും. ഇപ്പോൾ സംവരണം ഏർപ്പാടാക്കിയല്ലോ 10%. നിങ്ങൾ അതിന്റെ PSCയുടെ റാങ്ക് ലിസ്റ്റ് നോക്കിയാൽ മതി. പൊട്ടന്മാര് മന്ദന്മാരാണ്. ദളിത് വംശജർക്ക് പോലും റാങ്ക് കിട്ടുന്നുണ്ട്. യുവമാർക്ക് റാങ്ക് 1000ന്റെ താഴോട്ടാണ്, മേളിലോട്ടില്ല. ബാക്കിയുള്ളവർക്ക് നല്ല റാങ്ക് ലിസ്റ്റ് നല്ല ഇതുണ്ട്. അപ്പോൾ യുവമാർ സത്യത്തിൽ ഈ സംവരണം വന്നത് കൊണ്ടുള്ള പ്രയോജനം അതാണ്. യുവമാർ വെറും പൊട്ടന്മാരല്ല, മരപ്പൊട്ടന്മാരാണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. മെറിറ്റിലല്ലടാ, ഒരു ക്വാളിറ്റി എന്താണെന്ന് അതിനകത്തുണ്ട്, ടാലന്റ് എന്താണെന്ന് അതിനകത്തുണ്ട്. ടാലന്റ് ഉള്ളവർ തന്നെയാണ് സംവരണം. ഇപ്പം വെറുതെ സംവരണം കൊടുത്തോണ്ടൊന്നും അവിടെ ജോലി കിട്ടത്തില്ല. മെറിറ്റ് നോക്കും. നിങ്ങൾ എലിജിബിൾ ആണോ, ഇത്ര % മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുമോ. അല്ലാതെ നിങ്ങൾ പൊണ്ണയാണെന്ന് പറഞ്ഞാൽ ജോലി കിട്ടുമെന്നൊന്നുമില്ല. പിന്നെ സീപ്പറൊക്കെ ആയിട്ടൊക്കെ കിട്ടും. അതിനകത്ത് പിന്നെ വലിയ എമൗണ്ട് ഒന്നും നോക്കത്തില്ല. മീൻസ് മാർക്കിന്റെ ഒരു ഇതൊന്നും നോക്കത്തില്ല. അതൊന്നും സവർണമാർക്ക് പറ്റൂലല്ലോ. ബാത്റൂം കഴുകാൻ പോവോ സവർണന്മാര്? പല കീ പോസ്റ്റിലോട്ട് കയറി പോവാം. അതിന്റെ ആവശ്യമുണ്ട്. അതേപോലെ ചില കാര്യങ്ങൾ നിയന്ത്രണം കൊണ്ടുവരണം. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും മൈനോറിറ്റി സംഭവം അത് പൂർണ്ണമായിട്ട് തടയേണ്ടത് ആവശ്യമാണ്. ശരിയാണല്ലോടാ, ശരിയാ. നീ ഇതിന്റെ അപ്പുറം പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ. എടാ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഇതേ മൈനോറിറ്റികൾ നേടിത്തന്ന സ്വാതന്ത്ര്യമാണിത്. അങ്ങനെ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൽ അവരിൽ ഉൾപ്പെട്ട ആളുകൾ ചേർന്ന് ഡിസ്കഷൻ നടത്തി അവർ തീരുമാനിച്ച് സച്ചാർ കമ്മീഷൻ പോലുള്ള കമ്മീഷനുകൾ ഏർപ്പാടാക്കി അതിൽ കൂടെ ശരിക്കും മനസ്സിലാക്കി തീരുമാനമെടുത്ത് ആണ് ഈ സംവരണം നടപ്പിലാക്കിയിട്ടുള്ളത്. ഡോക്ടർ അംബേദ്കറാണ് സംവരണം വേണമെന്ന് നിർബന്ധമായും പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ പോട്ടെ, ഭരണഘടനയിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള അവരും കൂടെ ചേർന്നുണ്ടാക്കിയ സംവരണം നിങ്ങളൊന്ന് വിചാരിച്ചോടനെ എടുത്ത് ദൂരെ കളയില്ലയോ. എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നല്ലേ, എന്തെല്ലാം ഏതെല്ലാം സ്വപ്നങ്ങളാണെന്നോ. നിനക്കിതൊക്കെ പറയാൻ എന്താ അധികാരം? എടാ, നേച്ചയ്ക്ക് പോലും ചുമ്മാ മരുന്നിനെങ്കിലും ഒരെണ്ണം ഉണ്ടാടാ. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഗതി നേടിയെടുക്കാൻ വായും പൊത്തി റാൻ മൂളി ചുമ്മാ കുത്തിയിരുന്നില്ല. അവന്മാർ പോയപ്പോൾ ഉള്ള സ്വത്തെല്ലാം നിനക്കൊക്കെ തന്നു. പിടിവെട്ടിയും അടിവെട്ടിയും ഇടിയും വെട്ടിയും കുത്തിയും കെട്ടിയൊക്കെ കുറേ പിടിച്ചെടുക്കുകയും ചെയ്തു. നിനക്കൊക്കെ എന്തൊരു നഷ്ടം വരാൻ. നോക്കുമ്പോൾ നല്ല സ്കൂളുകൾ കോളേജുകളെല്ലാം സഭയുടെ കീഴിലേക്ക് ഇങ്ങോട്ട് വന്നല്ലേ. സഭയുടെ കാര്യമൊന്നും ഞാൻ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നില്ല, പോട്ട്. അതെല്ലാം നമുക്ക് പിന്നെ ഒരു ദിവസം പറയാം. നീ പിന്നെ വായ്ത്താളം നിർത്തൂലല്ല. നിരന്തരമായി നിന്റെ വായ്ത്താളത്തിന് മറുപടി തരണം എന്നുള്ള ഒരു ഉദ്യമത്തിൽ ഞാൻ ഇറങ്ങി നിൽക്കുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടും ഞാൻ തൽക്കാലം അതിലേക്കൊന്നും വരുന്നില്ല. പക്ഷെ സംവരണം എടുത്തു കളയാൻ നീ വലിയ വായ്ത്താളമൊന്നും അടിക്കണ്ട. അതിനുള്ള യോഗ്യത നിന്റെ കമ്മ്യൂണിറ്റിക്ക് പോലും ഇല്ല. അവരല്ല ഈ സ്വാതന്ത്ര്യം കൊണ്ടുതന്നത്. മരുന്നിന് പോലും ഒരു ഏറാമൂലിയും ഉണ്ടായിരുന്നില്ല ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ. സ്വാതന്ത്ര്യം നേടിയെടുക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവിടെ നടപ്പ് സ്വാതന്ത്ര്യവും കിടപ്പ് സ്വാതന്ത്ര്യവും നിപ്പ് സ്വാതന്ത്ര്യവും ഒക്കെ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ജനതകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൽ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കണക്കായിപ്പോയി. ഇപ്പോഴും ബോധമില്ലാതിരിക്കുന്ന ഒരു വിഭാഗത്തിനെയാണ് നീ അഡ്രസ്സ് ചെയ്യുന്നത്. ഇസ്ലാം മതവിഭാഗത്തിലുള്ളവരോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ആൺ പെൺ വ്യത്യാസമില്ലാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കൂ. സംവരണം നിങ്ങൾ ഉപയോഗിക്കൂ. സംവരണ അടിസ്ഥാനത്തിൽ തന്നെ നല്ല പോലെ പഠിച്ചിറങ്ങുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഈ പറയുന്ന ഗവൺമെന്റ് സെക്ടറുകളിലേക്ക് നിങ്ങൾ ഇടിച്ചു കയറ്റുക നിർബന്ധമാണ്.
ഏത് സിറ്റുവേഷനിലാണ് പോകുന്നതെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങൾ ഉടനെ വിദേശത്തേക്ക് കൊണ്ടുപോകാതെ ഇവിടെ തന്നെ കുട്ടികളെ നിരന്തരമായി നിലനിർത്താനുള്ള നടപടികൾ എടുക്കുകയാണ് വേണ്ടത്. നിർബന്ധമായും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിൽക്കേണ്ട സ്ഥലം നമ്മുടെ നാട് തന്നെയാണ്, വിദേശമല്ല. പണം നിങ്ങൾ 10 മക്കളുണ്ടെങ്കിൽ 2 പേരെങ്കിലും നിങ്ങൾ സംവരണാടിസ്ഥാനത്തിൽ ഗവൺമെന്റ് സെക്രട്ടറികളിലേക്ക് കയറ്റാനുള്ള ശ്രമം നടത്തൂ. സ്ത്രീകളെ പഠിപ്പിക്കൂ. സ്ത്രീകളുടെ സംവരണമാർ എടുത്തു കളയാൻ സമയമെടുക്കും. അതെങ്കിലും പെണ്ണുങ്ങളെ പഠിപ്പിക്കൂ. അവരെ ബിരിയാണി ഉണ്ടാക്കാനും അടുക്കളയിൽ അടിമ വേലയ്ക്ക് നിർത്താതെ അവരെ പഠിപ്പിച്ച് മുൻധാരയിലേക്ക് കൊണ്ടുവരൂ. നമ്മളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിൽ ആ പെൺകുട്ടികൾക്ക് ആ ബോധം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. പകരം ഇവന്മാർ പറയുന്ന വായ്ത്താളം കേട്ട് പേടിച്ച് ഭയന്നിരിക്കുന്നിടത്താണ് നമ്മുടെ തോൽവി തുടങ്ങുന്നത് എന്നുള്ളതാണ്. പിന്നെ വഖഫ് ബോർഡിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. കർഷക സമരം എന്താണ് നമുക്ക് പഠിപ്പിച്ചതെന്ന് ഇനി പറയണ്ടല്ലോ. കൊറോണ വന്നില്ലായിരുന്നെങ്കിൽ ഈ പറയണ മറ്റത് നടപ്പിലാക്കത്തില്ല. അത് ഇനിയും സമയമുണ്ട്. ഒരു കാര്യം പറയാം, എന്ത് തന്നെ ആയിരുന്നാലും ഈ ഭരണം മാറി അടുത്ത ഭരണം വരുമ്പോൾ നമുക്ക് ചാൻസ് ഉണ്ട്. പക്ഷെ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. നമുക്കെതിരെ നടക്കുന്ന എന്ത് നീതി നിഷേധത്തിനെതിരെയും നമ്മൾ ശക്തരായി സംഘടിക്കുകയും അതിനെതിരെ നിൽക്കുകയും വേണം. വഖഫ് ബോർഡ് എന്താണെന്ന് കൃത്യമായി നമ്മളൊക്കെ പറഞ്ഞതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് പലരും അതിന് സപ്പോർട്ടീവായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു അനിവാര്യമായ സംഗതിയാണ്. അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു അനിവാര്യ ഘട്ടം ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പേരെ ഈ ഫീൽഡിലേക്ക് ഇറക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവന്മാരെ പോലുള്ള നാറികൾക്ക് മറുപടി കൊടുക്കാനും നമുക്കിടയിലുള്ളവർ മുൻപോട്ട് തന്നെ വരണം. മറ്റ് എന്ത് വിഷയത്തിനേക്കാൾ ഉപരി ഇത്തരം വിഷയങ്ങൾ എടുക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാനും സമുദായത്തിലുള്ളവർ മുൻപന്തിയിൽ നിൽക്കണം. നിങ്ങൾ അവരുടെയൊക്കെ വ്യൂ നോക്കുക. എന്താണ് അവരുടെ വ്യൂ? എന്ത് കണ്ടിട്ടാണ് ഇത് പോയി ഇതിന് കാണുന്നത്? ഈ മതസമൂഹത്തിനെതിരെ അവഹേളനപരമായി പറയുമ്പോൾ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് നിങ്ങൾ ഇത്ര പേര് വിചാരിച്ചാൽ തിരിച്ചു കിട്ടാത്ത എന്തുകൊണ്ടാണ്? ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സാധനം അവരിട്ട് കഴിഞ്ഞാൽ അതെടുത്ത് ഇതുപോലെ വീഡിയോ ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അതിന് വ്യൂ പോലും കൊടുക്കാതിരിക്കാം. അവർ നോക്കട്ടെ, അവർ കണ്ടെത്തട്ടെ. അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് മാത്രം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരിക്കലും വ്യൂ കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വ്യൂവും കൂടെ അവർക്ക് കിട്ടുന്നത് കൊണ്ടാണ് അവർ ഈ പച്ചപ്പൊക്കത്തരം നിരന്തരം ഇരുന്ന് പറയുന്നത്. ഇത് ഡിപ്പെൻഡ്സ് ഓൺ വ്യൂ. എത്ര കൂടുതൽ വ്യൂ കിട്ടുന്നു എന്നതിനനുസരിച്ചിട്ടാണ് അവർ വീഡിയോ ചെയ്യുക. ആ ഒരു അവസരം നിങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ഇതേ അവഹേളനം പറയുന്നത്. അല്ലാതെ എന്താണ് വഖഫ് എങ്ങനെയാണ് തീരുന്നത്? അതിനകത്തേക്ക് കുറച്ച് സംഖ്യകളെ കുത്തിക്കറ്റിക്കൊണ്ട് വഖഫ് തീരുമോ? ഇല്ല. ഇനി അങ്ങോട്ട് കൊടുക്കൂലെന്ന് വെച്ചാൽ പ്രശ്നം കഴിഞ്ഞില്ല. ഇതുവരെ കൊടുത്തത് പോട്ടെ. അതിനകത്തും ക്രയവിക്രയങ്ങൾ കൃത്യമായും പാലിക്കാൻ അതിനകത്ത് ആളുണ്ട്. മൊത്തത്തിൽ ആളുകളെ എടുത്ത് കളയാൻ പറ്റത്തില്ലല്ലോ. ഇതേപോലെ ഒരു അവസ്ഥ മറ്റു വിഭാഗക്കാരും വരുമെന്നുള്ളത് വസ്തുത. ഒരു പരിധിയിൽ കൂടുതൽ അവർക്ക് നിങ്ങളെ ടച്ച് ചെയ്യാൻ പറ്റാത്തത് നിങ്ങളുടെ യൂണിറ്റിയാണ്. ആ യൂണിറ്റി വേണ്ട വിധത്തിൽ പ്രയോഗിക്കുകയും വേണ്ട ഇടത്ത് പ്രയോഗിക്കുകയും ചെയ്യുന്നതിലാണ് നിങ്ങളുടെ കഴിവ് കാണിക്കേണ്ടത്. കുറച്ചുകൂടെ ഉണ്ട് കേൾക്കാം. ദിസ് ഈസ് ദ റീസൺ. ഇനി ഇവന്റെ കാര്യത്തിലേക്ക് നമ്മൾ സംസാരിച്ചാൽ ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞു പോകും. പിന്നെ ഹെഡ്സെറ്റിന്റെ ആവശ്യം വരും. SC എക്കണോമിക്കൽ റിസർവേഷൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ അധപ്പതനമാണ് കാണിക്കുന്നത്. ഹൗ കംസ് എക്കണോമിക്കൽ റിസർവേഷൻ? പലരുടെയും കമന്റ്സ് ഞാൻ അതിന് താഴെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ പറയുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ പിന്നെ അവരുടെ മക്കൾക്ക് അത് കൊടുക്കേണ്ടത്. അതെന്താ അടിസ്ഥാനത്തിലാണ്? ആ റിസർവേഷൻ ബേസിൽ കൊടുക്കേണ്ടതാണ്. മെറിറ്റ് ഡിമെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നാ പറയുന്നത്. ഇതേപോലെ PSC എഴുതിയിട്ട് എത്രയോ പേര് കാത്തിരിക്കുന്നുണ്ട്. റിസർവേഷന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടുക എന്നുള്ളത് ആ വിഭാഗക്കാരെ മുൻഗതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. SC ST കളെ വിട്ടേക്കോ, പെണ്ണുങ്ങളെ വിട്ടേക്കോ, ഇസ്ലാമിയരെ പിടിക്കൂ എന്ന് പറയുമ്പോൾ അടുത്ത OBC കാറ്റഗറി ആയിട്ട് ക്രൈസ്തവരുണ്ട്. അവരെ കയറ്റി എടുക്കൂ എന്നുള്ളത് അവനെ അറിയാം. ഈ വിഭാഗത്തിനെ അവിടെ പ്രൊമോട്ട് ചെയ്യാനോ മുൻപോട്ട് കൊണ്ടുവരാനോ ഇല്ല. മാത്രവുമല്ല, സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കാൻ പറയുന്നതിന്റെ റീസൺ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് അവർ അടുക്കളയിലാണ് പരിഗണന കൊടുക്കുന്നത് എന്നുള്ളത് വ്യക്തമായ ധാരണയുള്ളതാണ്. ആ ധാരണ നിങ്ങൾ തിരുത്താൻ ശ്രമിക്കണം. പെൺകുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. മൈലാഞ്ചി ഇടാനും ചാന്ത് കൊട്ടുകൊണ്ട് നടക്കാനും അല്ല കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇത് കൊടുക്കുക. എത്രയോ പേര് ജോലിക്ക് ഇറങ്ങുന്നുണ്ട്. അത് നമ്മളുടെ ആവശ്യമല്ല. ഈ പറയുന്ന നമ്മുടെ കുടുംബത്തിലേക്ക് അവരുടെ പണമല്ല വേണ്ടത്. അങ്ങനെ അധികാര സ്ഥാനങ്ങളിൽ നമ്മുടെ ആൾക്കാർ ഉണ്ടാകേണ്ട ഒരു അനിവാര്യ ഘട്ടമുണ്ടെന്ന് മനസ്സിലാക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് പറയുന്നത് കൊണ്ട് എനിക്കുണ്ടാകുന്ന പ്രോബ്ലംസും ഞാൻ പറയുന്നുണ്ട്. എത്ര കാലം നിങ്ങൾക്ക് വേണ്ടി ഇത് പറയാൻ പറ്റുമെന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഉള്ളത് പറയുമ്പോൾ അത് അല്പം ഒന്ന് കാതു കൊടുക്കാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യുക. കുട്ടികളെ പഠിപ്പിക്കുക, പെൺകുട്ടികളെ പഠിപ്പിക്കുക, പഠിപ്പിച്ച് ജോലിയാക്കിയ ശേഷം അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. ഒരു കാരണവശാലും പെൺകുട്ടികളെ പിന്നോട്ട് നടക്കാൻ അനുവദിക്കരുത്. അതേപോലെ വീട്ടിലെ ആൺകുട്ടികൾക്ക് പിന്നെ കച്ചവടമാണ് താല്പര്യം, അത് ചെയ്യട്ടെ. പെൺകുട്ടികൾ ചുമ്മാ ഇരിക്കല്ലേ, അവർക്ക് ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് ജോലി കിട്ടട്ടെ. നല്ല സർക്കാർ സ്ഥാപനങ്ങളിൽ നമ്മുടെ കുട്ടികൾ ജോലിക്ക് ഇരിക്കട്ടെ എന്ന് എന്താ കുഴപ്പം? അത് ഭരണ പങ്കാളിത്തമാണ്. സർക്കാർ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ഭരണ പങ്കാളിത്തം തന്നെയാണത്. അത് സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല ഉണ്ടാക്കേണ്ടത്. സാമ്പത്തികമുള്ളവർക്ക് OBC വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു സെക്ഷൻ ഉണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, ഈ IAS ഉദ്യോഗസ്ഥരൊക്കെ ആവുന്ന പെൺകുട്ടികൾക്ക് അവരുടെ വീട്ടിലെ എത്രയാണ് വരുമാനം ഇതൊക്കെ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായും അങ്ങനെയല്ല. സംവരണത്തിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എൻ്റെ ടൈം ലൈനിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അത് കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംവരണം, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി IAS ഉദ്യോഗസ്ഥയായ ഒരു സ്ത്രീയുടെ വീട്ടിലെ അസറ്റ് നോക്കിയ ശേഷം, എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയ ശേഷം അവർ കാണിച്ച ഒരു ഡിസേബിൾഡ് സർട്ടിഫിക്കറ്റിന്റെ കാണിച്ച തിരിമറിയൊക്കെ കൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് IAS സർട്ടിഫിക്കറ്റിനെ തിരിച്ചെടുത്ത ഒരു ചരിത്രമുണ്ട് ഇന്ത്യക്ക്. സോ അതൊക്കെ നോക്കാതെയോ സ്ക്രീൻ ചെയ്യാതെയോ ഒന്നുമല്ല. പക്ഷെ അതല്ലാതെ
താഴെ ലെവലിൽ കിടക്കുന്ന ഒരുപാട് മുസ്ലിം മതവിശ്വാസികളുണ്ട്. അവർക്ക് കൊടുക്കേണ്ടത് കുറെ അരിയും കുറെ തുണിമണികളുമല്ല. പഠിക്കാൻ കുട്ടികളെ തയ്യാറെടുപ്പിക്കാമോ എന്ന് ചോദിക്കൂ. കുട്ടികളെ പഠിപ്പിക്കാൻ പറയൂ. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള സ്പെഷ്യൽ കൺസേൺ കൊടുക്കുകയും അവർക്കുള്ള ഫീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും വേണം. ടാലന്റ് ഉള്ള കുട്ടികൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ പഠിപ്പിക്കൂ. അവർ സർക്കാർ സ്ഥലങ്ങളിൽ കയറട്ടെ. നമുക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ കയറി ഇരിക്കട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു അവസരത്തിലാണ് നിങ്ങൾ ഉള്ളതെന്നാണ് പറഞ്ഞത്.